അസ്സലാമലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഞാൻ സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ട് വരുമെന്ന്. അപ്പോൾ ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. കഴിഞ്ഞ തവണ ഞാനൊരു രസത്തിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്ത സമയത്ത് എനിക്ക് 2 പേര് ഇട്ടായിരുന്നു നമുക്ക് സാമ്പാറിൻ്റെ റെസിപ്പി വേണമെന്ന്. അപ്പോൾ ഈ സാമ്പാർ എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ? നല്ല അടിപൊളി ഉമ്മച്ചിയുടെ സ്പെഷ്യൽ സാമ്പാറാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ ഒരു സാമ്പാർ പരിപ്പാണ് വേണ്ടത്. എന്നാൽ അതിൻ്റെ പകുതിയായിട്ട് നമുക്ക് കുറച്ച് പരിപ്പ് പയറിൻ്റെയും കൂടി ആവശ്യമുണ്ട്. അപ്പോൾ ഉമ്മച്ചി ഇവിടെ 1/2 കപ്പ് സാമ്പാർ പരിപ്പും പിന്നെ അതിന് കുറച്ച് ഒരു 1/4 കപ്പ് നമ്മുടെ പരിപ്പ് പയറും കൂടിയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് അമരക്കയും നമ്മുടെ പച്ചമുളകും നമ്മുടെ സവാളയും പിന്നെ നമ്മുടെ ഈ ഒരു പീയണിക്കയും കൂടി ഇടുക. പിന്നെ നമ്മൾ വെളുത്തുള്ളി ഇടുന്നത് നല്ലതായിരിക്കും, നമ്മുടെ വയറിനൊക്കെ നല്ലതാണ് കേട്ടോ അതിടുന്നത്. അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും പിന്നെ നമ്മൾ ഈ ഫിസിൽ വയ്ക്കുമ്പോഴത്തേക്കും ചിതറി പോവാതിരിക്കാനായിട്ട് കുറച്ച് എണ്ണയും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ, ആവശ്യത്തിന് ഉപ്പും. ആ സമയത്ത് നമ്മുടെ വെജിറ്റബിൾസിൽ കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വെച്ചിരിക്കുക. അപ്പോൾ ഇത് നമ്മുടെ കുക്കറിലുള്ള സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഒരു പരുവത്തിൽ വേണം കേട്ടോ നമുക്കിങ്ങനെ കിട്ടാനായിട്ട്. 6 വിസിൽ കേൾക്കുന്നവരെ വേവിക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ അതിനുശേഷം കുറച്ച് ആവശ്യത്തിന് മല്ലിപ്പൊടി ചേർക്കുകയാണ് ഇവിടെ. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. ഉമ്മച്ചി ഇവിടെ 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇവിടെ ഉമ്മച്ചി ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കാം കേട്ടോ. ഇനി അടുത്ത് ഇതിലേക്ക് ചേർക്കേണ്ടത് മുളക് പൊടി ഉപ്പുമാണ്. നമ്മുടെയൊക്കെ എരിവിനനുസരിച്ചും കളറിനനുസരിച്ചൊക്കെ മുളക് പൊടിയൊക്കെ മാറ്റാം കേട്ടോ. അതിനുശേഷം ഉമ്മച്ചി ഇവിടെ ആവശ്യത്തിന് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അതിനുശേഷം നമുക്കിനി വെജിറ്റബിൾസ് ആണ് ഇടേണ്ടത്. എന്നാൽ വെജിറ്റബിൾസിൽ നമ്മൾ തക്കാളിയും വെണ്ടയ്ക്കയും ഒഴിച്ച് ബാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് നമ്മൾ സാമ്പാറിന് ഉപയോഗിക്കുന്ന വെജിറ്റബിൾസാണ് ചേർക്കേണ്ടത്. നമ്മുടെ തക്കാളിയും വെണ്ടയ്ക്കയും ഇതിലിട്ടാൽ ചിലപ്പോൾ കുഴഞ്ഞു പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ അത് നമ്മൾ പിന്നീടാണ് ചേർക്കുന്നത്. അത് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ബാക്കിയുള്ള വെജിറ്റബിൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കുക. അതിന് നമുക്ക് ആവശ്യമുള്ള വെള്ളമൊക്കെ പാകത്തിന് വെള്ളവും ഉപ്പൊക്കെ ഉണ്ടാകുന്ന നോക്കിയിട്ട് നന്നായിട്ട് ഇളക്കുക കേട്ടോ. ഈ ഒരു സമയത്ത് നിങ്ങൾ വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം കുറച്ച് കായപ്പൊടിയും കൂടി ഇടാം. ഉമ്മച്ചി ഈ സമയത്ത് കായപ്പൊടി ഇടാനായിട്ട് വിട്ടുപോയായിരുന്നു. എന്നാലും നമ്മൾ അവസാനം കായപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. അതെപ്പോഴാണെന്ന് പറയാം. അപ്പോൾ ഉമ്മച്ചി നന്നായിട്ട് ഇളക്കുകയാണ്. നല്ല കളറല്ലേ, ഈ ഒരു കളറിലാണ് ഉമ്മച്ചി നമുക്ക് വേണ്ടി വെക്കുന്നത് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വെള്ളവും അത്യാവശ്യത്തിന് നിങ്ങൾ ഉപ്പ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം നിങ്ങളുടെ ഉപ്പിനനുസരിച്ചൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കുക കേട്ടോ. ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ചീനച്ചട്ടി അടുപ്പത്തേക്ക് വയ്ക്കുക. അതിലേക്ക് നമ്മുടെ എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചത് നമ്മളിവിടെ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ നമുക്ക് വേണം. അപ്പോൾ ഇത് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് ഇടാം. അപ്പോൾ ഈ ഒരു കടുക് പൊട്ടുന്ന സമയത്ത് നമുക്ക് ശകലം ഉലുവയും നമ്മുടെ ജീരകവും ഒക്കെ ചേർക്കണം കേട്ടോ. അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. ഉമ്മച്ചി ഇവിടെ 1 ടീസ്പൂൺ വെച്ചാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് പൊട്ടുന്ന സമയത്ത് നമുക്ക് വേണ്ടത് വറ്റൽമുളക്, മല്ലിയില, കരിയേപ്പിലയാണ് കേട്ടോ. പക്ഷേ ഇപ്പം നമ്മൾ മല്ലിയില ചേർക്കുന്നില്ല തൽക്കാലം. നമ്മൾ ഇത് വറ്റൽമുളക് ഇടുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സായിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഈ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളിയും വെണ്ടയ്ക്കയും ഇതിലോട്ടാണ് കേട്ടോ നമ്മൾ ചേർക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഓൾറെഡി സാമ്പാറിൽ തക്കാളി ചേർക്കാറുണ്ട്. എന്നാൽ ഇത് ഉമ്മച്ചി ഇവിടെ 1 തക്കാളിയും കൂടി എക്സ്ട്രാ ആയിട്ട് പുളിക്ക് പകരമാണ് ചേർക്കുന്നത്. ഉമ്മച്ചി സാമ്പാറിൽ പുളി ചേർക്കാറില്ല കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ 2 തക്കാളിയാണ് സാമ്പാറിനായിട്ട് എടുക്കുന്നതെങ്കിൽ 1 തക്കാളി പുളിക്ക് പകരം എക്സ്ട്രാ ഇട്ടാൽ മതി. അപ്പോൾ നമ്മൾ ഈ വെണ്ടയ്ക്കയും തക്കാളിയും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ആ കറിവേപ്പിലയും കൂടി ഇടുകയാണ്. അപ്പോൾ നന്നായിട്ട് വഴണ്ട് വരണം കേട്ടോ ഇത്. ഏകദേശം ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് കുറച്ച് മല്ലിയില ഇടാം. ഇത് നമ്മുടെ കുക്കറിലൂടെ വിസിൽ വരികയാണ്. അപ്പോൾ ഇത് ഇവിടെ റെഡിയായി. ഏകദേശം നമ്മൾ 2 വിസിലിട്ടിട്ടുണ്ട് കേട്ടോ. ഈ സാമ്പാർ വേവിക്കാനായിട്ട് നമ്മുടെ വെജിറ്റബിൾസൊക്കെ വെന്ത് വരും. ആ സമയത്ത് ഈ ഒരു സമയത്ത് നമ്മൾ ഈ വഴറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളിയും വെണ്ടയ്ക്കയൊക്കെ ഇട്ട് കൊടുക്കാം. വിസിൽ ഫുള്ള് പോയതിന് ശേഷം മാത്രമേ നമ്മൾ ഈ സാമ്പാർ തുറക്കാവൂ കേട്ടോ. അതിനുശേഷം ഇപ്പോഴാണ് ഉമ്മച്ചി കായപ്പൊടി ഇതിലേക്ക് ചേർക്കുന്നത്. നേരത്തെ ഇടാനായിട്ട് വിട്ടുപോയതാണ് കേട്ടോ. നിങ്ങളിങ്ങനെ ചേർത്താലും മതി, കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമ്മളിനി ചേർക്കേണ്ടത് മല്ലിയിലയാണ്. നമ്മൾ കുറച്ച് മല്ലിയില ബാക്കിയിരുന്നില്ലേ, ആ മല്ലിയിലയും കൂടി ചേർക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരും. അപ്പോൾ അപ്പോഴത്തേക്കും നമ്മുടെ അടിപൊളി സാമ്പാർ ഇവിടെ റെഡി ആവട്ടെ.
നിങ്ങൾ ചോദിച്ച സാമ്പാർ ഞാൻ പിറ്റേന്ന് ദോശയിലൂടെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് ടേസ്റ്റ് ആയിരുന്നു, നല്ല കുറുകിയിരിക്കുന്ന സാമ്പാറായിരുന്നു. ആ ദോശയുടെ കൂടെയും ഇഡലിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഈ സാമ്പാറിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്ത് നിങ്ങൾ ഈ സാമ്പാർ ഉണ്ടാക്കി നോക്കുകയും അതിനോടൊപ്പം തന്നെ ഇതിനെ കമൻറ്റ് ചെയ്യുക കേട്ടോ, കൊള്ളാമോ കൊള്ളൂലേ എന്നൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.